വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് 11th അക്കൗണ്ടൻസിയുടെ 5ാമത്തെ ചാപ്റ്ററായ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നമുക്ക് നോക്കാം. സാധാരണയായിട്ട് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സും ബാങ്കുമായിട്ട് ഇടപാടുകൾ നടക്കുമ്പോൾ ബാങ്ക് ബാലൻസ് എത്രയാണെന്ന് നമുക്കറിയണം. ഇപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് ബാലൻസ് എത്രയാണെന്ന് അറിയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെ ഒരു ബിസിനസ്സിന് അറിയാൻ വേണ്ടി പറ്റും ഇപ്പോഴുള്ള ബാങ്ക് ബാലൻസ് എത്രയാണ് എന്ന്? യെസ്, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ടാവും? ഒരു പാസ്ബുക്ക് ഉണ്ടാവും അല്ലേ? ആ പാസ്ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് ബാലൻസ് എത്രയാണെന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഈ പാസ്ബുക്ക് ആരാണ് ഇതിൻ്റെ അകത്ത് എൻട്രീസ് വരുത്തുന്നത്? നമുക്ക് പാസ്ബുക്കിൽ എഴുതാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ആരാണ് എഴുതുക? പാസ്ബുക്കിൽ എൻട്രീസ് വരുത്തുന്നത് ബാങ്കാണ്. നമ്മൾ പാസ്ബുക്കുമായിട്ട് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ബാങ്കിലെ ക്ലർക്ക് അതിൻ്റെ അകത്ത് എൻട്രീസ് വരുത്തി നമുക്കതിങ്ങോട്ട് തിരിച്ചു തരും. അപ്പോൾ ബാങ്കാണ് പാസ്ബുക്കിൽ വേണ്ടുന്ന എൻട്രീസ് വരുത്തി നമുക്ക് തിരിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബാങ്ക് തയ്യാറാക്കി തരുന്ന ഈ പാസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് ബാലൻസ് എത്രയാണെന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. മറ്റൊരു രീതി എന്ന് പറയുന്നത് എന്തായിരുന്നു? യെസ്, നമ്മുടെ കയ്യിൽ ഒരു ക്യാഷ് ബുക്ക് ഉണ്ടാവും അല്ലേ? അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ ക്യാഷ് ബുക്കിൽ ഡബിൾ കോളം ക്യാഷ് ബുക്കായിട്ട് നമ്മൾ ക്യാഷ് ബുക്ക് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ബാങ്ക് കോളം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ബാങ്ക് ബാലൻസ് എന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അല്ല എങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന ബാങ്ക് അക്കൗണ്ട് നോക്കിയാൽ മതി അല്ലേ? യെസ്, ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് എന്ന് പറയുന്ന ഈ ബുക്ക് തയ്യാറാക്കുന്നത് ആരാണ്? ബിസിനസ്സാണ്. അല്ലെങ്കിൽ ബിസിനസ്സിലെ അക്കൗണ്ടൻ്റാണ് നമ്മുടെ ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിലെ അക്കൗണ്ടൻ്റ് തയ്യാറാക്കുന്ന ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ബാങ്ക് ബാലൻസ് എത്രയാണെന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ ബാങ്ക് ബാലൻസ് അറിയാൻ വേണ്ടി നമുക്ക് 2 ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഒന്ന്, ബാങ്ക് പ്രിപ്പയർ ചെയ്ത് തരുന്ന പാസ്ബുക്കിലെ ബാലൻസ് നോക്കിയാൽ മതി. 2, നമ്മുടെ അക്കൗണ്ടൻ്റ് തയ്യാറാക്കുന്ന ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളം നോക്കിയാൽ മതി, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നോക്കിയാൽ മതി. ഇപ്പോൾ സാധാരണ കേസിൽ നമ്മൾ ബാങ്കുമായിട്ട് ഇടപാടുകൾ നടത്തുമ്പോൾ ആ വിവരം നമ്മൾ ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളത്തിലും രേഖപ്പെടുത്തണം, ബാങ്ക് പാസ്ബുക്കിലും രേഖപ്പെടുത്തിയിട്ട് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു തരും. പക്ഷേ പല അവസരങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്യാഷ് ബുക്കിൽ കാണുന്ന ബാങ്ക് ബാലൻസും പാസ്ബുക്കിൽ കാണുന്ന ബാങ്ക് ബാലൻസും രണ്ടും വ്യത്യസ്തമായിരിക്കും. There will be differences between the bank balance as per cash book and passbook. ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസും പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസും രണ്ടും വ്യത്യസ്തമായിരിക്കും. ഇങ്ങനെ വ്യത്യസ്തമാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തണം. ചിലപ്പോൾ ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടൻറ്റിന് വല്ല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ പാസ്ബുക്ക് തയ്യാറാക്കുന്ന സമയത്ത് ബാങ്കിന് വല്ല തെറ്റും സംഭവിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ 2 പേർക്കും തെറ്റൊന്നും ഉണ്ടാവില്ല, എന്നാലും ഡിഫറൻസ് ഉണ്ടാവും. ദാറ്റ് ഈസ് ടൈമിംഗ് ഡിഫറൻസ് എന്ന് പറയും. നമുക്കത് എന്താണെന്ന് നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ എന്തൊക്കെയാണ് ഡിഫറൻസസിനുള്ള കാരണങ്ങളെന്ന് കണ്ടെത്തി അതൊരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ തയ്യാറാക്കുകയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിനാണ് നമ്മൾ പറയുന്നത് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ക്യാഷ് ബുക്കിൽ കാണുന്ന ബാങ്ക് ബാലൻസും പാസ്ബുക്കിൽ കാണുന്ന ബാങ്ക് ബാലൻസും രണ്ടും വ്യത്യസ്തമാണെങ്കിൽ ഈ വ്യത്യസ്തമാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അത് എഴുതി തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ പറയുന്നത് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആരായിരിക്കും തയ്യാറാക്കുന്നത്? നമ്മളായിരിക്കുമോ? അതായത് ബിസിനസ് ആയിരിക്കുമോ അതോ ബാങ്ക് ആയിരിക്കുമോ? ആരായിരിക്കും തയ്യാറാക്കുക? യെസ്, തീർച്ചയായിട്ടും ബിസിനസ് ആയിരിക്കും തയ്യാറാക്കുക അല്ലേ? ബിസിനസ്സിൻ്റെ കയ്യിലാണ് ക്യാഷ് ബുക്കും ഉള്ളത് പാസ്ബുക്കും ഉള്ളത്.
അപ്പോൾ ബിസിനസ്സിനാണ് അറിയേണ്ടത് രണ്ടും വ്യത്യസ്തമാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ആർക്കെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ, അല്ല എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് രണ്ടും വ്യത്യസ്തമായി നിൽക്കുന്നത് എന്ന് അറിയേണ്ടത് ബിസിനസ്സിനാണ്, അല്ലെ ബാങ്കിലെ കസ്റ്റമറായ ബിസിനസ്സിനാണെന്ന് പറയാം. നോക്കാം. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് which is prepared to show the reasons for the differences between bank balance as per cash book and passbook. This statement is prepared by the customer of the bank or the business. Cash book is prepared by the business while the passbook is prepared by the bank. Next, need for reconciliation. The need for bank reconciliation statement arises when the bank balance as per cash book and passbook do not tally. Hence, a bank reconciliation statement is prepared to show the reasons for the differences between the bank balance as per cash book and passbook. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ആവശ്യകത എന്ന് പറയുന്നത് ക്യാഷ് ബുക്കിൽ കാണുന്ന ബാങ്ക് ബാലൻസും പാസ്ബുക്കിൽ കാണുന്ന ബാങ്ക് ബാലൻസും രണ്ടും ഈക്വൽ അല്ലാതിരിക്കുമ്പോഴാണ്. അപ്പോൾ ക്യാഷ് ബുക്കിൽ കാണുന്ന ബാങ്ക് ബാലൻസും പാസ്ബുക്കിൽ കാണുന്ന ബാങ്ക് ബാലൻസും രണ്ടും വ്യത്യസ്തമാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഷോ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനാണ് നമ്മൾ പറയുന്നത് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അക്കൗണ്ട് അല്ല. അതുകൊണ്ട് തന്നെ ഇതിന് ജേർണൽ എൻട്രി പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് ഡെബിറ്റ് സൈഡോ ക്രെഡിറ്റ് സൈഡോ ഒന്നും തന്നെ ഇല്ല. ദി ഡിഫറൻസസ് ബിറ്റ്വീൻ ദി ക്യാഷ് ബുക്ക് ആൻഡ് ദി പാസ്ബുക്ക് ബാലൻസസ് ഈസ് കോസ്ഡ് ബൈ ടൈമിംഗ് ഡിഫറൻസസ് ഓൺ റെക്കോർഡിംഗ് ദി ട്രാൻസാക്ഷൻസ്, എറേഴ്സ് മെയ്ഡ് ബൈ ദി ബിസിനസ് ഓർ ബൈ ദി ബാങ്ക്. ഇങ്ങനെ ഡിഫറൻസസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ടൈമിംഗ് ഡിഫറൻസസ് ആണ്. കാരണം ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നത് ബിസിനസ്സിലെ അക്കൗണ്ടൻ്റ് ആണ്, പാസ്ബുക്ക് തയ്യാറാക്കുന്നത് ബാങ്കിലെ ക്ലർക്കാണ്. അതുകൊണ്ട് തന്നെ ചില ഡിഫറൻസസ്, ടൈമിംഗ് ഡിഫറൻസസ് അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് പിന്നീട് നോക്കാം. പിന്നെ വരുന്നത് അക്കൗണ്ടൻ്റ് ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്ന സമയത്ത് തെറ്റുകൾ സംഭവിക്കാം. ബാങ്കിലെ ക്ലർക്ക് പാസ്ബുക്ക് തയ്യാറാക്കുന്ന സമയത്തും ചിലപ്പോൾ മിസ്റ്റേക്കുകൾ സംഭവിക്കാം. ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട ഡിഫറൻസസിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് നോക്കാം ടൈമിംഗ് ഡിഫറൻസസ്. ഫസ്റ്റ്, ചെക്സ് ഇഷ്യൂഡ് ബട്ട് നോട്ട് യെറ്റ് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. ചെക്ക് ഇഷ്യൂഡ് എന്ന് പറയുമ്പോൾ ചെക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞു, ആർക്കൊക്കെയോ പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ പൈസ കൊടുക്കുന്നതിന് പകരം അവർക്ക് നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്തു, ചെക്ക് കൊടുത്തു. അപ്പോൾ ചെക്ക് കിട്ടിയ അവർ ബാങ്കിൽ പോയിട്ടില്ല ഇതുവരെ. സാധാരണയായിട്ട് ഒരു ചെക്ക് നമ്മൾ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വിവരം ഉടനെ തന്നെ നമ്മൾ നമ്മുടെ ക്യാഷ് ബുക്കിൽ നമ്മളത് എൻട്രി ചെയ്യും. പക്ഷെ അവർ ആ ചെക്കുമായിട്ട് എന്നാണോ ബാങ്കിൽ പോകുന്നത് അന്ന് മാത്രമേ ബാങ്കിനറിയൂ നമ്മളിങ്ങനെ ഒരു ചെക്ക് കൊടുത്ത വിവരം. അപ്പോൾ അവരെപ്പോഴാണോ ബാങ്കിൽ പോയിട്ട് ആ എമൗണ്ട് വിഡ്രോ ചെയ്യുന്നത് ആ സമയത്ത് മാത്രമേ പാസ്ബുക്കിൽ അതിൻ്റെ എൻട്രി വരൂ. സപ്പോസ് നമ്മൾ ഇന്നൊരു ചെക്ക് ഒരാൾക്ക് കൊടുക്കുകയാണ്, അയാൾ ആ ചെക്കുമായിട്ട് ബാങ്കിലേക്ക് പോകുന്നത് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് മാത്രമാണ്. ഒന്നുകിൽ അയാൾക്ക് സമയം കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കാം. അപ്പോൾ അദ്ദേഹം 2 ആഴ്ച വരെ ബാങ്കിലേക്ക് പോകുന്നില്ല പൈസ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ സംഭവം നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ക്യാഷ് ബുക്കിൽ നമ്മൾ എൻട്രി വരുത്തും. പക്ഷെ പാസ്ബുക്കിൽ അതിൻ്റെ എൻട്രി വരില്ല. കാരണം പാസ്ബുക്കിന് പ്രിപ്പയർ ചെയ്യുന്നത് ബാങ്കാണ്. ബാങ്കിന് അറിയില്ല നമ്മളിങ്ങനെ ചെക്ക് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ബാങ്കിന് അറിയുന്നത് 2 ആഴ്ച കഴിഞ്ഞ് അദ്ദേഹം ബാങ്കിൽ ഈ ചെക്കുമായിട്ട് പോയി പൈസ വിഡ്രോ ചെയ്യുന്ന സമയത്ത് മാത്രമേ ബാങ്കിന് അറിയൂ. അങ്ങനെ പൈസ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് ആ കാര്യം പാസ്ബുക്കിൽ റെക്കോർഡ് ചെയ്ത് നമുക്കിങ്ങോട്ട് തിരിച്ചു തരും. അപ്പോൾ ഈ 2 ആഴ്ച കാലം എന്ന് പറയുന്നത് ക്യാഷ് ബുക്കിൽ കാണുന്ന ബാങ്ക് ബാലൻസും പാസ്ബുക്കിൽ കാണുന്ന ബാങ്ക് ബാലൻസും വ്യത്യസ്തമായിരിക്കും. കാരണം ക്യാഷ് ബുക്കിൽ നമ്മൾ ചെക്ക് കൊടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ എൻട്രി എഴുതി, പക്ഷെ പാസ്ബുക്കിൽ ആ ഡേറ്റിൽ എൻട്രി വരുന്നില്ല. പാസ്ബുക്കിൽ ആ എൻട്രി വരുന്നത് അദ്ദേഹം ആ ചെക്കുമായിട്ട് എന്നാണോ ബാങ്കിൽ പോയി പൈസ വിഡ്രോ ചെയ്യുന്നത് അന്ന് മാത്രമേ ബാങ്ക് പാസ്ബുക്കിൽ എൻട്രി എഴുതുകയുള്ളൂ. അപ്പോൾ ഈ ഒരു 2 ആഴ്ചക്കാലം അത് ഡിഫറൻസസിനുള്ള ഒരു കാരണമായിട്ട് മാറും.
ഇപ്പോൾ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് എറ്റ് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ചെക്ക് നമ്മൾ ആർക്കോ ഇഷ്യൂ ചെയ്തു, ആർക്കോ കൊടുത്തു. ആ ചെക്കുമായിട്ട് അദ്ദേഹം ഇതുവരെ ബാങ്കിൽ പോയിട്ട് പൈസ പിൻവലിച്ചിട്ടില്ല. അപ്പോഴെന്നാണോ അദ്ദേഹം ബാങ്കിൽ പോയി പൈസ പിൻവലിക്കുന്നത് അന്ന് മാത്രമേ ബാങ്ക് അതിനുള്ള എൻട്രി പാസ്ബുക്കിൽ രേഖപ്പെടുത്തുകയുള്ളൂ. അത്ര വരെ ബാങ്കിന് അറിയില്ല നമ്മൾ ആർക്കൊക്കെ ചെക്ക് കൊടുത്തു, ബിസിനസ് ആർക്കൊക്കെയാണ് ചെക്ക് കൊടുത്തതെന്ന് അത്ര വരെ ബാങ്കിന് അറിയില്ല. അപ്പോഴിതാണ് ഡിഫറൻസസിനുള്ള ഒരു കാരണം. ചെക്ക് കൊടുത്തു, പക്ഷെ ആ ചെക്ക് ഇതുവരെ ബാങ്കിൽ പോയി പൈസ മാറിയിട്ടില്ല. അതേപോലെ രണ്ടാമത് വരുന്ന ഡിഫറൻസ് ആണ് ചെക്സ് പെയ്ഡ് ഇൻ ടു ദി ബാങ്ക് ബട്ട് നോട്ട് അറ്റ് കളക്റ്റഡ്. നമുക്ക് കിട്ടിയ ചെക്കുകൾ, നമുക്ക് ആരൊക്കെയോ പൈസ തരാനുണ്ട്. അപ്പോൾ പൈസ തരുന്നതിന് പകരം അവർ നമുക്ക് തന്നത് ചെക്കാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ചെക്കാണത്. അപ്പോൾ നമുക്ക് ചെക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ചെക്ക് ആ കിട്ടിയ ചെക്ക് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു. സപ്പോസ് നമ്മുടെ ബാങ്ക് എന്ന് പറയുന്നത് SBI ആണ്, പക്ഷെ നമുക്ക് കിട്ടിയ ചെക്ക് എന്ന് പറയുന്നത് കാനറ ബാങ്കിൻ്റെ ചെക്കാണ്. അപ്പോൾ SBI ബാങ്കിലാണ് നമ്മൾ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, പക്ഷേ ചെക്ക് എന്ന് പറയുന്നത് കാനറ ബാങ്കിൻ്റെയാണ്. അപ്പം നമ്മുടെ ബാങ്ക് എന്ത് ചെയ്യണം? ആ ചെക്കിൻ്റെ പൈസ കാനറ ബാങ്കിലൂടെ കളക്ട് ചെയ്യണം. അത് കാനറ ബാങ്കിലേക്ക് അയച്ച് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ അത്രയും പൈസ ഉണ്ടെങ്കിൽ ആ പൈസ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ആ പൈസ ഇങ്ങോട്ടേക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ബാങ്ക് പാസ്ബുക്കിൽ അതിൻ്റെ എൻട്രി വരുത്തൂ. പക്ഷേ നമുക്ക് ചെക്ക് കിട്ടിയ ഉടനെ തന്നെ നമ്മൾ ക്യാഷ് ബുക്കിൽ എൻട്രി വരുത്തും. അപ്പോൾ നമുക്ക് ചെക്ക് കിട്ടുമ്പോൾ നമ്മൾ ക്യാഷ് ബുക്കിൽ എൻട്രി വരുത്തുന്നു. ആ ചെക്ക് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്താലും ബാങ്ക് അതിൻ്റെ എൻട്രി വരുത്തണമെന്നില്ല. കാരണം അത് വേറെ ഏതെങ്കിലും ബാങ്കിൻ്റെ ചെക്കായിരിക്കും. അപ്പോൾ നമ്മുടെ ബാങ്ക് ആ മറ്റേ ബാങ്കിലേക്ക് ആ ചെക്ക് അയച്ചു കൊടുത്ത് അവിടുന്ന് പൈസ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ബാങ്ക് പാസ്ബുക്കിൽ എൻട്രി വരുത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നൊരു ചെക്ക് കിട്ടുന്നു, ഇന്ന് തന്നെ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നു. പക്ഷെ അത് വേറൊരു ബാങ്കിൻ്റെ ചെക്കായിരുന്നു. നമ്മുടെ ബാങ്ക് മറ്റൊരു ബാങ്കിൽ പോയി അതിൻ്റെ പൈസ കളക്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരാഴ്ച സമയമെടുക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരാഴ്ചക്കാലം ക്യാഷ് ബുക്കിൽ നമുക്ക് എൻട്രി നേരത്തെ വന്നിട്ടുണ്ടാവും, പക്ഷെ പാസ്ബുക്കിൽ എൻട്രി വരില്ല. പാസ്ബുക്കിൽ എൻട്രി വരണമെങ്കിൽ ആ ചെക്കിൻ്റെ പൈസ നമ്മുടെ ബാങ്കിന് കിട്ടിയിരിക്കണം, കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിരിക്കണം. അപ്പോൾ ഒരാഴ്ചക്കാലം കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഈ ഒരാഴ്ചക്കാലം പാസ്ബുക്കിൽ എൻട്രി ഉണ്ടാവില്ല, ക്യാഷ് ബുക്കിൽ എൻട്രി വന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് തേർഡ് ഡിഫറൻസ്, ഡയറക്റ്റ് ഡെബിറ്റ്സ് മെയ്ഡ് ബൈ ദി ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ദി കസ്റ്റമർ. ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ബാങ്ക് നമ്മുടെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പൈസ അത്രയും പിൻവലിച്ചു എന്നർത്ഥം, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലെ ബാലൻസ് അത്രയും കുറഞ്ഞു എന്നർത്ഥം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബാങ്ക് ഡെബിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് കുറയാണ് ചെയ്യുക, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അത്രയും പൈസ പിൻവലിക്കുകയാണ് ചെയ്യുക. ബാങ്ക് ക്രെഡിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ അത്രയും ബാലൻസ് കൂടുകയാണ് ചെയ്യുക, അത് ഡെപ്പോസിറ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ പറയുന്നത് ഡയറക്റ്റ് ഡെബിറ്റ്സ് മെയ്ഡ് ബൈ ദി ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ദി കസ്റ്റമർ. ബാങ്ക് ഡയറക്റ്റായിട്ട് നമുക്ക് തന്ന ചില സേവനങ്ങൾക്ക് പകരമായിട്ട് ചില ചാർജസ്, ബാങ്ക് ചാർജസ് ഡെബിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ചിലപ്പോഴും നമ്മൾ കൊടുത്ത ചെക്കിൻ്റെ പൈസ മറ്റൊരു ബാങ്കിൽ നിന്ന് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു, അങ്ങനെ കളക്ട് ചെയ്യാനുള്ള ചിലവ്, കളക്ഷൻ ചാർജസ്, അല്ലെങ്കിൽ ചിലപ്പം മറ്റ് ബാങ്ക് ചാർജസ് ഉണ്ടാകും, ഇൻസിഡൻ്റൽ ചാർജസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബാങ്ക് ചാർജസ് ഉണ്ടാകും. ബാങ്ക് നമുക്ക് തരുന്ന സേവനങ്ങൾക്ക് പകരമായിട്ട് ബാങ്ക് ചില സർവീസ് ചാർജസ് ഈടാക്കും. അങ്ങനെ സർവീസ് ചാർജസ് ഈടാക്കുമ്പോൾ ബാങ്ക് ആ സർവീസ് ചാർജ് കാൽക്കുലേറ്റ് ചെയ്ത് പാസ്ബുക്കിൽ എൻട്രി വരുത്തും. അപ്പോൾ അങ്ങനെ പാസ്ബുക്കിൽ എൻട്രി കണ്ടതിന് ശേഷം മാത്രമേ നമുക്കറിയൂ ഇങ്ങനെ ഒരു എമൗണ്ട് ബാങ്ക് നമ്മുടെ അടുത്ത് നിന്ന് ചാർജ് ചെയ്തിട്ടുണ്ട് എന്ന്. അതിന് ശേഷമേ നമ്മൾ ക്യാഷ് ബുക്കിൽ എൻട്രി വരുത്തൂ. അപ്പം നമ്മൾ ക്യാഷ് ബുക്കിൽ എൻട്രി വരുത്തുന്നത് വരെ ക്യാഷ് ബുക്കിൽ ബാലൻസും പാസ്ബുക്കിലെ ബാലൻസും രണ്ടും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ എന്തെങ്കിലും കളക്ഷൻ ചാർജസോ ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റോ അല്ലെങ്കിൽ ഇൻസിഡൻ്റൽ ചാർജസോ അല്ലെങ്കിൽ ബാങ്ക് ചാർജസോ മറ്റോ ബാങ്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അത്രയും പൈസ ബാങ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലെ ബാലൻസ് അത്രയും കുറച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരം നമ്മൾ അറിയുന്നത് പാസ്ബുക്കിൽ എൻട്രി വരുത്തിയതിന് ശേഷമാണ്. അപ്പോൾ ബാങ്കാണത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പാസ്ബുക്കിൽ എൻട്രി വരുത്തുന്നത്. അപ്പോൾ ബാങ്ക് ഉടനെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് പാസ്ബുക്കിൽ അതിൻ്റെ എൻട്രി വരുത്തും. ആ വിവരം നമ്മൾ അറിയുന്നത് പാസ്ബുക്കിൽ എൻട്രി കണ്ടതിന് ശേഷമാണ്. അതിന് ശേഷം മാത്രമേ നമ്മൾ ക്യാഷ് ബുക്കിൽ എൻട്രി വരുത്തൂ. അപ്പോൾ ക്യാഷ് ബുക്കിൽ എൻട്രി വരുത്തുന്നത് വരെ അതൊരു ഡിഫറൻസസിനുള്ളൊരു കാരണമായിട്ട് മാറും. നെക്സ്റ്റ്,
എമൗണ്ട്സ് ഡയറക്ട്ലി ഡെപ്പോസിറ്റഡ് ഇൻ ദി ബാങ്ക് അക്കൗണ്ട്. നമുക്ക് കസ്റ്റമേഴ്സ് നമുക്ക് പൈസ തരാനുണ്ടെന്ന് വിചാരിക്കാം. കുറച്ച് ദൂരെയുള്ള കസ്റ്റമേഴ്സാണ്, നമ്മുടെ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഒരു ഗ്രാമത്തിലാണെന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് ആരൊക്കെയാണോ പൈസ തരാനുള്ളത് അവർ നമ്മുടെ ഓഫീസിൽ വന്ന് പൈസ തരുന്ന ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാങ്കിൽ പോയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ഡയറക്റ്റായിട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ നമ്മുടെ അക്കൗണ്ടിൽ ഡയറക്റ്റായിട്ട് ഏതെങ്കിലും കസ്റ്റമർ ബാങ്കിൽ പോയിട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതും ഡിഫറൻസസിനുള്ള കാരണമാവും. കാരണം ചിലപ്പോൾ അദ്ദേഹം നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ആ വിവരം വിളിച്ചു പറയാനോ അതിൻ്റെ രേഖകൾ നമുക്ക് ഹാജരാക്കാനോ ചിലപ്പം കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അത് 100% ഉറപ്പാണെങ്കിൽ മാത്രമേ നമുക്കത് രേഖപ്പെടുത്താൻ വേണ്ടി പറ്റൂ. അതിനെന്തെങ്കിലും ഒരു സോഴ്സ് ഡോക്യുമെൻ്റ് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ക്യാഷ് ബുക്കിൽ എൻട്രി വരുത്താൻ വേണ്ടി പറ്റൂ. പക്ഷേ നമുക്ക് തരാനുള്ള പൈസ അദ്ദേഹം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ബാങ്ക് അതിനുള്ള എൻട്രി എഴുതും, പാസ്ബുക്കിൽ അതിൻ്റെ എൻട്രി രേഖപ്പെടുത്തും. പക്ഷേ നമ്മുടെ ക്യാഷ് ബുക്കിൽ എൻട്രി വരില്ല, കാരണം നമുക്ക് അത്ര വരെ നമുക്ക് അതിനുള്ള ഒരു സോഴ്സ് ഡോക്യുമെൻ്റ് നമുക്ക് കിട്ടുന്നില്ല, തെളിവായിട്ടൊരു രേഖ കിട്ടുന്നില്ല. അപ്പോൾ തെളിവായിട്ട് രേഖ കിട്ടുന്നത് പാസ്ബുക്കിലെ എൻട്രി കണ്ടതിന് ശേഷം മാത്രമാണ്. അപ്പോൾ പാസ്ബുക്കിലെ എൻട്രി കണ്ട് നമ്മൾ ക്യാഷ് ബുക്കിൽ എഴുതുന്നത് വരെ ക്യാഷ് ബുക്കിലെ ബാലൻസും പാസ്ബുക്കിലെ ബാലൻസും രണ്ടും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു കസ്റ്റമർ നമുക്ക് പൈസ ഇങ്ങോട്ട് വന്ന് കൊണ്ടുതരുന്നതിന് പകരം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഡയറക്റ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഡിഫറൻസസിനുള്ളൊരു കാരണമായിട്ട് മാറും. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻസ് കളക്റ്റഡ് ബൈ ദി ബാങ്ക്. ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ്, ലാഭവിഹിതം നമുക്ക് വേണ്ടിയിട്ട് ബാങ്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് കളക്ട് ചെയ്തിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പല സ്ഥലത്തും നമുക്ക് നിക്ഷേപങ്ങൾ ഉണ്ടാകും. ആ നിക്ഷേപത്തിൻ്റെ മുകളിൽ നമുക്ക് ഇൻട്രസ്റ്റ്, പലിശ കിട്ടാനുണ്ടാവും, അല്ലെങ്കിൽ ലാഭവിഹിതം കിട്ടാനുണ്ടാവും. അങ്ങനെ നമുക്ക് കിട്ടാനുള്ള പലിശയോ ലാഭവിഹിതമോ നമ്മൾ പോയിട്ട് കളക്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ ബാങ്കിനെ ചിലപ്പോൾ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമുക്ക് പകരം നമുക്ക് കിട്ടാനുള്ള ഇൻട്രസ്റ്റോ ലാഭവിഹിതമോ ബാങ്ക് കളക്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പം അങ്ങനെ ബാങ്ക് എത്ര പൈസയാണ് ഇൻട്രസ്റ്റ് കളക്ട് ചെയ്തത്, അല്ലെങ്കിൽ എത്ര പൈസയാണ് ലാഭവിഹിതമായിട്ട് ഡിവിഡൻ്റായിട്ട് കളക്ട് ചെയ്തത്, അത് ബാങ്കിനറിയാം. അപ്പോൾ ഉടനെ തന്നെ ബാങ്ക് ആ വിവരം പാസ്ബുക്കിൽ രേഖപ്പെടുത്തും. പക്ഷെ നമ്മൾ രേഖപ്പെടുത്തില്ല, കാരണം നമുക്കതിനുള്ള സോഴ്സ് ഡോക്യുമെൻ്റ് കിട്ടണം. സോഴ്സ് ഡോക്യുമെൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തൂ. അങ്ങനെ പാസ്ബുക്കിൽ ഇൻട്രസ്റ്റ് കളക്റ്റഡ് അല്ലെങ്കിൽ ഡിവിഡൻഡ് കളക്റ്റഡ് എന്നുള്ള എൻട്രി കണ്ടതിന് ശേഷം മാത്രമേ ക്യാഷ് ബുക്കിൽ നമ്മൾ എൻട്രി വരുത്തൂ. അപ്പോൾ അതുവരെ എൻട്രി വരുത്തുന്നത് വരെ ക്യാഷ് ബുക്കിലെ ബാലൻസും പാസ്ബുക്കിലെ ബാലൻസും രണ്ടും വ്യത്യസ്തമായിരിക്കും. അതാണ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻസ് കളക്റ്റഡ് ബൈ ദി ബാങ്ക്. അതുപോലെ തന്നെ വരുന്ന മറ്റൊന്നാണ് ഡയറക്റ്റ് പേയ്മെൻറ്റ്സ് മെയ്ഡ് ബൈ ദി ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ദി കസ്റ്റമർ. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട ചില പൈസ ബാങ്കിന് ഏർപ്പാടാക്കും, ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. എക്സാമ്പിൾ, നമ്മുടെ ഇലക്ട്രിസിറ്റി ചാർജ്, നമ്മൾ ഇലക്ട്രിസിറ്റി ചാർജ് ഡയറക്റ്റായിട്ട് പേ ചെയ്യുന്നതിന് പകരം നമ്മൾ ബാങ്കിന് ഏർപ്പാട് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മുടെ ടെലിഫോൺ ചാർജസ്, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ടാക്സസ്, അപ്പം നമ്മൾ പേ ചെയ്യുന്നതിന് പകരം നമ്മൾ നമ്മുടെ ബാങ്കിനെ ഏർപ്പാട് ചെയ്യുന്നു. അപ്പോൾ അവർ ഇലക്ട്രിസിറ്റി ബില്ലോ ടെലിഫോൺ ബില്ലിൻ്റെയോ ഒരു കോപ്പി ഡയറക്റ്റായിട്ട് ബാങ്കിനെ ഏൽപ്പിക്കും. അപ്പോൾ ബാങ്ക് ആ കോപ്പിക്കനുസരിച്ച്, ആ ബില്ലിനനുസരിച്ച് ബാങ്ക് ആ പൈസ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ച് അവർക്ക് പേ ചെയ്യുന്നു. അപ്പോൾ എത്ര പൈസയാണ് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പിൻവലിക്കുന്നത്, എപ്പോഴാണ് പിൻവലിക്കുന്നത്, ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ ബാങ്കിന് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്തതാണ്. നമ്മുടെ പേരിലുള്ള ഇലക്ട്രിസിറ്റി ചാർജോ അല്ലെങ്കിൽ ടെലിഫോൺ ചാർജസോ വന്നു കഴിഞ്ഞാൽ ഉടനെ പേ ചെയ്യണം എന്ന് നമ്മൾ ബാങ്കിന് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്ക് നമ്മളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബാങ്കിന് അത്തരം ബില്ലുകൾ കിട്ടിക്കഴിഞ്ഞാൽ ബാങ്ക് ഡയറക്റ്റായിട്ട് ആ പൈസ പേ ചെയ്യും. അങ്ങനെ ബാങ്ക് ആ പൈസ പേ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ബാങ്ക് നമ്മുടെ പാസ്ബുക്കിൽ എൻട്രി വരുത്തും. അങ്ങനെ പാസ്ബുക്കിൽ എൻട്രി വന്നതായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ ക്യാഷ് ബുക്കിൽ എൻട്രി വരുത്താൻ വേണ്ടി പറ്റൂ. അപ്പോൾ ക്യാഷ് ബുക്കിൽ എൻട്രി വരുത്തുന്നത് വരെ അത് ഡിഫറൻസസിനുള്ളൊരു കാരണമായിട്ട് മാറും. നെക്സ്റ്റ്, ചെക്സ് ഡെപ്പോസിറ്റഡ്, ബിൽസ് ഡിസ്കൗണ്ടഡ്, ഡിസോണേഡ്. നമ്മൾ ചിലപ്പോൾ ചെക്ക് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ബില്ല് എന്താണെന്ന് നമുക്ക് പിന്നീട് ഒരു ചാപ്റ്ററിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തത് ഡിസോണർ ആവുന്നു. ഡിസോണർ ആവുക എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയ ഒരു ചെക്ക് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു.
ബാങ്ക് ആ പൈസ വേറൊരു ബാങ്കിൻ്റെ ചെക്കാണെങ്കിൽ ആ ബാങ്കിൽ പോയിട്ട് കളക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബാങ്ക് മറ്റൊരു ബാങ്കിൽ പോയിട്ട് പൈസ കളക്ട് ചെയ്യുന്ന സമയത്ത് മറ്റേ ബാങ്ക് പറയാണ് ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ അത്രയും പൈസ ഇല്ല, അതുകൊണ്ട് പൈസ തരാൻ വേണ്ടി പറ്റില്ല. അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ മാറ്റാണ്, അല്ലെങ്കിൽ ഇദ്ദേഹം എഴുതിയ ഡേറ്റ് മാറ്റാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ചെക്കിൽ ഇന്ന പോരായ്മകളുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ പൈസ ഇപ്പം തരാൻ വേണ്ടി പറ്റില്ല എന്ന്. അപ്പം നമ്മുടെ ബാങ്കിന് ആ ചെക്കിൻ്റെ പൈസ കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെ ചെക്ക് ഡിസോണറായി എന്ന് പറയാം. അപ്പം നമുക്ക് കിട്ടിയ ചെക്ക് നമ്മുടെ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു. നമ്മുടെ ബാങ്ക് ആ ചെക്കിൻ്റെ പൈസ മറ്റൊരു ബാങ്കിൽ നിന്നും കളക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പൈസ കിട്ടുന്നില്ല. അതിനെയാണ് പറയുന്നത് ഡിസോണേർഡ് എന്ന് പറയുന്നത്. അങ്ങനെ ചെക്ക് ഡിസോണറായി കഴിഞ്ഞാൽ ആ വിവരം നമ്മുടെ ബാങ്കിന് കൃത്യമായിട്ട് അറിയാം. നമ്മുടെ ബാങ്ക് ഉടനെ തന്നെ അതിൻ്റെ എൻട്രി എഴുതും. പക്ഷേ നമ്മളത് അറിയുന്നത് ആ ഒരു എൻട്രി പാസ്ബുക്കിൽ കാണുന്നതിന് ശേഷം മാത്രമാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ എൻട്രി നമ്മൾ ക്യാഷ് ബുക്കിൽ വരുത്തും. പക്ഷേ അത് വരുത്തുന്നത് വരെ അത് ഡിഫറൻസസിനുള്ളൊരു കാരണമായിട്ട് മാറാം. അതുപോലെയാണ് ബിൽസ് ഡിസ്കൗണ്ടഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയ ബില്ലുകളാണ്. നമുക്ക് കിട്ടിയ ബില്ലുകൾ എന്ന് പറയുമ്പോൾ ബിൽസ് റിസീവബിൾസ് ആണ്. അതെന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാം. ആ ബില്ലിൻ്റെ പൈസ ബാങ്കിന് പിന്നീട് ലഭിക്കാതിരിക്കുകയാണെങ്കിൽ ആ ബില്ല് ഡിസോണറായി എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ചെക്കുകളോ ബില്ലുകളോ ഡിസോണറായി കഴിഞ്ഞാൽ ആ വിവരം പാസ്ബുക്കിൽ ഉടനെ തന്നെ ബാങ്ക് എൻട്രി ചെയ്യും. പക്ഷേ ക്യാഷ് ബുക്കിൽ എൻട്രി വരുത്തുന്നത് അതിന് ശേഷം മാത്രമായിരിക്കും. അത്ര വരെ ഡിഫറൻസസിനുള്ള ഒരു കാരണമായിട്ട് മാറും. നെക്സ്റ്റ് വരുന്നതാണ് ഡിഫറൻസസ് കോസ്ഡ് ബൈ എറേഴ്സ്. തെറ്റുകൾ സംഭവിക്കാം. ആർക്കൊക്കെ തെറ്റുകൾ സംഭവിക്കാം? യെസ്, എറേഴ്സ് കമ്മിറ്റഡ് ഇൻ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ബൈ ദി ഫേം. ബിസിനസ്സിന് തെറ്റുകൾ സംഭവിക്കാം. ക്യാഷ് ബുക്ക് തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടന്റിന് ചിലപ്പോൾ തെറ്റുകൾ സംഭവിച്ചേക്കാം. അതുപോലെ തന്നെ എറേഴ്സ് കമ്മിറ്റഡ് ഇൻ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ബൈ ദി ബാങ്ക് പാസ്ബുക്ക് തയ്യാറാക്കുമ്പോൾ ബാങ്കിന് ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കാം, ബാങ്കിലെ ക്ലർക്കിന്. അങ്ങനെ തെറ്റുകൾ ഒന്നുകിൽ ബാങ്കിന് സംഭവിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടന്റിന് സംഭവിക്കുന്നു. അങ്ങനെ തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിലും ക്യാഷ് ബുക്കിലെ ബാലൻസും പാസ്ബുക്കിലെ ബാലൻസും രണ്ടും വ്യത്യസ്തമായിട്ട് മാറാം. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് ധാരണയുണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് ധാരണയുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷനുമായിട്ട് മുന്നോട്ട് പോകാം. ഇത് പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. ഇത് വിവരങ്ങൾ കൃത്യമായിട്ട് ഇപ്പോൾ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എങ്ങനെ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാം എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.